എന്നോട് നിങ്ങൾ ചോദിക്കണതേ തെറ്റാണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം, എന്നെ ക്ഷണിച്ചില്ല. നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് പാർട്ടിക്ക് പഠിക്കണം എന്നൊരു സംശയമില്ല. നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഈ പരാജയം എന്ന് നമുക്ക് പാഠം പഠിക്കണം എന്നൊരു സംശയമില്ല. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തായിരുന്നു കാരണങ്ങൾ, നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനായിരുന്നു കുഴപ്പം, ഇതെല്ലാം കണ്ടുപിടിച്ച് അറിയണ്ടേ. ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കണം. അത് പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ല. രണ്ടാമത്, എന്നെ പ്രചരണത്തിൽ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ അറിവില്ല. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കണതേ തെറ്റാണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം, എന്നെ ക്ഷണിച്ചില്ല. അതിന് ഞാൻ കേട്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കും. കേട്ടിരിക്കുന്നത് ഈ പരാജയത്തെക്കുറിച്ച് പല ജേർണലിസ്റ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകേണ്ടതെന്ന്. ഇത്ര മോശമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾക്കൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടത്. അടുത്ത വർഷം 5 സംസ്ഥാനമുണ്ട്. അതിലത്തെ 2 എണ്ണത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവണം, കേരളത്തിലും ആസാമിലും. വേറെ 3 എണ്ണത്തിൽ നമുക്ക് ഒരുമാതിരി ഒരു വേറൊരു പാർട്ടിയോടൊപ്പം ബീഹാറിൽ ചെയ്ത പോലെ നമുക്കൊരു റോളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്തത്, എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ 5 ഇലക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ബീഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി വേറൊരു പാർട്ടിയാണ്. അവർക്കും ചില ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി. അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം, എന്ത് പറ്റി അവർക്ക് എന്ന്. കാരണം അവരുടെ ചരിത്രത്തിലും ഒരു വലിയൊരു വീഴ്ചയാണ്. ഇത്ര മോശമായിട്ട് അവരുടെ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ അതിന് സമയം ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ. പാർട്ടി ഇതിനൊക്കെ പഠിച്ച് മനസ്സിലാക്കട്ടെ. ഇതിലെ ഇപ്പോൾ SIR-ഉം അതുപോലെ തന്നെ വോട്ട് ചോരി എന്നുള്ള ആരോപണമൊക്കെയാണ് ബീഹാറിൽ വലിയൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കാട്ടി. രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക യാത്രയൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അതിനൊരു പിഴവുണ്ടാകും. SIR ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു കോമെന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൻ്റെ ഒരു ബേസിസ് അവർ പറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിരുന്നു. നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ കുറച്ച് ദൂരത്തിനെ വന്നിട്ടുണ്ട്.